ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ഇ-ലേണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാ സന്ദീപ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സബ്ജക്റ്റുകളുടെയും ഓൺലൈൻ ക്ലാസുകൾ കൊമേഴ്സ് ഇ-ലേൺ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG ക്ലാസുകളോടൊപ്പം HDC, JDC കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ് us സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. സ്റ്റേ ട്യൂൺ. നമ്മൾ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ട്രാൻസ്ഫർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർ എന്ന പദം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും മൂവീസിലൊക്കെ ആണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? കാസർഗോഡ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്ക് മഹാരാഷ്ട്രയിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഇതെന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പം ആയിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫർ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നും നോക്കാം. ഈ ട്രാൻസ്ഫർ എന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഷിഫ്റ്റിംഗ് ആണ്. നമ്മളെ എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രകാരം ട്രാൻസ്ഫർ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. A transfer involves the shifting of an employee from one job to another without changing the responsibilities or compensation. അതായത് നമ്മൾ എന്താണ്, ഒരു എംപ്ലോയി ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ആണ്. ഒരു എംപ്ലോയി നമ്മൾ എന്താണ്, ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മളൊരു എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റീസിലോ കോമ്പൻസേഷനിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. അവർക്ക് കറന്റ്ലി എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണോ അവർക്ക് ചെയ്യേണ്ടത് അത് തന്നെ അവരെന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ചെയ്താൽ മതി. അതേപോലെ അവർക്ക് കറന്റ്ലി എത്ര സാലറി അല്ലെങ്കിൽ എത്ര വേജസ് ആണോ കിട്ടുന്നത്, സെയിം തന്നെ ആയിരിക്കും ട്രാൻസ്ഫറിന് ശേഷവും അവർക്ക് ലഭിക്കുന്നത്. Transfer of employees can possible from one department to another, from one plant to another. അപ്പോൾ നമ്മൾ സാധാരണ എംപ്ലോയീസിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ട്രാൻസ്ഫർ നൽകാറുണ്ട്. അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ നിന്നും മറ്റൊരു പ്ലാന്റിലേക്ക്, ഇപ്പോൾ ഒന്നിലധികം ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു കമ്പനീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യും, എംപ്ലോയീസിനെ ട്രാൻസ്ഫർ നൽകാറുണ്ട്. Transfer may be initiated by the organization or by the employees with the approval of the organization. അതായത് ട്രാൻസ്ഫറിന് ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം മുൻകൈ എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ അതിൻ്റെ തീരുമാനം, മാനേജ്മെന്റിന്റെ ഒക്കെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് എംപ്ലോയീസ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ താല്പര്യപ്രകാരം ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഓർഗനൈസേഷൻ അത് അപ്രൂവ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ നൽകാറുണ്ട്. ഇപ്പോൾ നമ്മൾ വീടൊക്കെ വിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ വിട്ട് ദൂരെ നിൽക്കുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ സെറ്റിൽ ആവണമെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് ചോദിക്കാറുണ്ട്, ട്രാൻസ്ഫർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് ട്രാൻസ്ഫർ നടത്താറ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞെങ്കിൽ പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ ആണ്. Such transfers are resorted to when there is a need of manpower in one department and surplus manpower in other department. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾക്ക് വർക്കറിന്റെ ഷോർട്ടേജ് വന്നു. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണോ സർപ്ലസ് ആയിട്ട് എംപ്ലോയീസ് ഉള്ളത് അവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷോർട്ടേജ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ നൽകാറുണ്ട്. അപ്പം നമ്മൾ ട്രാൻസ്ഫർ നൽകുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് സർപ്ലസ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയിയെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ടേജ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാറാണ്, ട്രാൻസ്ഫർ ചെയ്യാറാണ്. Such transfers are made to meet the company requirements. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസ്ഫർ എന്ന കാര്യം ഇനീഷ്യേറ്റ് എടുക്കുന്നത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് നടത്തുന്നത്, ഇവിടെ ട്രാൻസ്ഫർ നടത്തുന്നത്. The surplus employee in one department or section might be observed in other place where there is a requirement.
അതായത് നമ്മളൊരു എംപ്ലോയി ഒരു ഡിപ്പാർട്ട്മെന്റിൽ അധികം എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഷോർട്ടേജ് ഉള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സർപ്ലസ് ആയിട്ടുള്ള എംപ്ലോയിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറാണ്. അപ്പൊ ഇങ്ങനെ സർപ്ലസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിനെ നമ്മൾ ഷോർട്ടേജ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫേഴ്സ് ആണ്. റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ എന്ന പേരിലുണ്ട്, റീപ്ലേസ് ചെയ്യുക. അതായത് ഒരു എംപ്ലോയിയെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു എംപ്ലോയിക്ക് ആ ഒരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ നൽകുക. Okay, these are transfers in which a long service employee is transferred to similar job where he or she replaces an employee with shorter services. അതായത് ഈ ഒരു റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഷോർട്ടർ സർവീസ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് മാത്രം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ എംപ്ലോയീസിനെ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ സ്ഥാപനത്തിൽ വരും. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഷോർട്ടർ സർവീസിലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. എന്നിട്ട് ആ പ്ലേസിലേക്ക് നമ്മൾ ലോങ്ങർ സർവീസിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ കോവിഡിന്റെ സിനാരിയോയിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന അല്ലെ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മിക്ക കമ്പനീസിലും കണ്ട ഒരു കാര്യമാണിത്. കാരണം കമ്പനീസിൻ്റെ ഒക്കെ ഓപ്പറേഷൻസ് കുറഞ്ഞു, അവരുടെ വർക്ക് ലോഡ് കുറഞ്ഞു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള എംപ്ലോയീസിനെ മാത്രം അവർ റീറ്റെയിൻ ചെയ്തു. ബാക്കി സർവീസ് അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രം സർവീസിലുള്ള എംപ്ലോയീസിനെയൊക്കെ അവർ പിരിച്ചുവിട്ടു അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കമ്പനിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റി നിർത്തിയ എംപ്ലോയീസിൻ്റെ വർക്കും കൂടി ആര് ചെയ്യുകയാണ്, നമ്മുടെ ലോങ്ങർ സർവീസുള്ള എംപ്ലോയീസ് ചെയ്യുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് വെൻ ഓൾ ഓപ്പറേഷൻസ് ആർ ഡിക്ലൈനിങ് ബട്ട് management wants to retain the long service employees as long as possible. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഡിക്ലൈൻ വരുന്ന സിറ്റുവേഷനിലാണ്. അതായത് ഓപ്പറേഷൻ ഒക്കെ കുറയുക, അവരുടെ അതുപോലെ പ്രോഫിറ്റബിലിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ മാനേജ്മെന്റ് അവരുടെ കോസ്റ്റ് റിഡക്ഷന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, ഷോർട്ടർ സർവീസുള്ള എംപ്ലോയീസിനെ മാറ്റിയിട്ട് ആ പ്ലേസിലേക്ക് ലോങ് സർവീസുള്ള എംപ്ലോയീസിനെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കമ്പനിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ കമ്പനിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവരെ എന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കമ്പനിയിലെ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ആയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഷോർട്ടർ സർവീസിലുള്ള എംപ്ലോയീസിനെ മാറ്റും. എന്നിട്ട് ആ പ്ലേസിലേക്ക് നമ്മൾ ലോങ്ങർ സർവീസിലെ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരും. ദെൻ അടുത്ത് പറഞ്ഞത് റെമഡിയൽ ട്രാൻസ്ഫേഴ്സ് ആണ്. റെമഡിയൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ റെമഡിയൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അല്ലേ, അപ്പോൾ അതേപോലെ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെമഡിയൽ ട്രാൻസ്ഫേഴ്സ് നടത്തുന്നത്. ആസ് ദി നെയിം സജസ്റ്റ് ദീസ് ട്രാൻസ്ഫേഴ്സ് ആർ മെയ്ഡ് ടു റെക്ടിഫൈ ദ സിറ്റുവേഷൻ കോസ്ഡ് ബൈ ഫോൾട്ടി സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ്. അതായത് ഈ പേരിൽ പറഞ്ഞതുപോലെ തന്നെ റെമഡിയൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെലക്ഷൻ നടത്തുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ടില്ല, അപ്പം അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ മിസ്റ്റേക്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെമഡിയൽ ട്രാൻസ്ഫർ നടത്തുന്നത്. ഇപ്പം നമ്മൾ പറയാറില്ല റൈറ്റ് പേഴ്സൺ ഇൻ ദി റൈറ്റ് പൊസിഷൻ അറ്റ് ദി റൈറ്റ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ റൈറ്റ് പേഴ്സണല്ല റൈറ്റ് പൊസിഷനിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം എന്ത് വേണ്ടി വരും, ഈ ഒരു റെമഡിയൽ ട്രാൻസ്ഫറിന്റെ ആവശ്യം വേണ്ടി വരും. സച്ച് ട്രാൻസ്ഫേഴ്സ് ആർ മെയ്ഡ് ടു റെക്ടിഫൈ മിസ്റ്റേക്സ് ഇൻ പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നത് നമ്മൾ പ്ലേസ്മെന്റിന്റെ സമയത്തും അതുപോലെ റിക്രൂട്ട്മെന്റ് സമയത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിലും അവർക്ക് കറക്റ്റ് പ്ലേസ് പൊസിഷൻ അവരുടെ ക്വാളിഫിക്കേഷനും സ്കിൽസും ഒന്നും നോക്കാതെയാണ് അവർക്ക് പ്ലേസ്മെന്റ് ഒക്കെ നൽകുന്നതെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് നൽകേണ്ടി വരും, ട്രാൻസ്ഫർ നൽകേണ്ടി വരും. If the initial placement of an employee is faulty or has not adjusted to work or job, his transfer to be more appropriate job is desirable. അതായത് നമ്മൾ ഇനീഷ്യൽ പ്ലേസ്മെന്റ് നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു എംപ്ലോയി വന്നു, ആ എംപ്ലോയിക്ക് നമ്മൾ പ്ലേസ്മെന്റ് നൽകി, അതായത് ഒരു പൊസിഷൻ ഏതെങ്കിലും ഒരു ജോബ് നൽകി. അപ്പോൾ ആ ജോബ് എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും ആ എംപ്ലോയിക്ക് താല്പര്യമുള്ള ഒരു ജോബല്ല. അതേപോലെ നമ്മുടെ വർക്കുമായിട്ടോ എംപ്ലോയിയുടെ ആ ഒരു ജോബ് വർക്കിംഗ് എൻവയോൺമെന്റുമായിട്ടോ ഒന്നും ആ
എംപ്ലോയിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ മനസ്സിലാക്കിയാൽ അവർക്ക് നമ്മൾ എന്ത് നൽകണം? റെമഡിയൽ ട്രാൻസ്ഫർ നൽകണം. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് പൊസിഷൻ നൽകുന്നതെങ്കിൽ അവർക്ക് ചിലപ്പം എന്താവില്ല, ആ വർക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് റെമഡിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്ലേസ്മെന്റ് സമയത്തും അതുപോലെ റിക്രൂട്ട്മെന്റ് സമയത്തും വരുന്ന എന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാണ്? റെക്ടിഫൈ ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ നൽകുന്നതിനെയാണ് റെമഡിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ ആണ്. അതായത് നമ്മളതിന് മറ്റൊരു പേര് പറയുന്നത് ജോബ് റൊട്ടേഷൻ എന്ന് പറയാറുണ്ട്. അല്ലാതെ എംപ്ലോയീസ് നമ്മളെന്താണ് പലതരത്തിലുള്ള ജോബിൽ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും? പല ടൈപ്പ് ഓഫ് ജോബിലേക്ക് അവർക്ക് ട്രാൻസ്ഫർ നൽകും. അതിനാണ് വേഴ്സറ്റാലിറ്റി അല്ലേ? വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് വെറൈറ്റീസ് അല്ലേ? അപ്പോൾ വെറൈറ്റി ഓഫ് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എംപ്ലോയീസിനെയും ഒരു റൊട്ടേഷൻ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ നൽകുന്നതിനെയാണ് വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Such transfers are made to increase versatility of the employees from one job to another and one department to another department. അപ്പോൾ ഈ ട്രാൻസ്ഫർ നൽകുന്നത് എന്താണ്? ഒരു എംപ്ലോയിയെ നമ്മൾ എന്താണ് പല ജോബിലും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യാണ്? അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പല ജോബുമായിട്ട് അവരെന്താണ് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ നൽകുന്നത്. This transfer is the tool to train the employees. ഈ വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ എന്ന് പറയണമെങ്കിൽ ഒരു ട്രെയിനിങ് ടൂളായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മൾ ഓരോ ജോബിലേക്കും അവർക്ക് ട്രാൻസ്ഫർ നൽകുന്നത് വഴി ഓരോ എംപ്ലോയീസിനും ആ കമ്പനിയിലുള്ള എല്ലാ ജോബിലും ട്രെയിനിങ് കിട്ടുകയാണ്, അല്ലെങ്കിൽ എല്ലാ ജോബും അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. അപ്പോൾ ഒരു ട്രെയിനിങ് ടൂളായിട്ടും നമ്മൾ എന്ത് നൽകാറുണ്ട്? ഈ വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ നൽകാറുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു 6 മാസം ഒരു എംപ്ലോയിയെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബ് നൽകും. ദെൻ പിന്നീട് 6 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറെ ജോബായിരിക്കും നൽകുന്നത്. അപ്പോൾ ഓരോ ജോബും അവർക്ക് പഠിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. അപ്പോൾ ഒരു ട്രെയിനിങ് ആണ് ഏതിലൂടെ കൊടുക്കുന്നത്? ഈ വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ വഴി നൽകുന്നത്. ഈച്ച് എംപ്ലോയി ഷുഡ് പ്രൊവൈഡ് എ വാരിഡ് ആൻഡ് ബ്രോഡർ ജോബ് എക്സ്പീരിയൻസ് ബൈ മൂവിങ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ. അപ്പോൾ ഇങ്ങനെ വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ വഴി ഒരു എംപ്ലോയിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത്. കാരണം അവർ വെറൈറ്റി ഓഫ് ജോബിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വെറൈറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, പല ആളുകളുമായിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ വഴി ഓരോ എംപ്ലോയീസിനും ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ട്രാൻസ്ഫർ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ 4 ടൈപ്സും എന്താന്ന് പറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ ഉണ്ട്, റീപ്ലേസ്മെന്റ് ട്രാൻസ്ഫർ, ദെൻ റെമഡിയൽ, ദെൻ ഫൈനലി വേഴ്സറ്റാലിറ്റി ട്രാൻസ്ഫർ.